ഹൈ സ്പോട്ട്ലൈറ്റ് ആണ്, അരുണാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ഡ്രമാറ്റിക് ആയിട്ട് ഇൻട്രഡക്ഷൻ കൊടുക്കാം. ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം. സ്പോട്ട്ലൈറ്റിൽ അരുണിന്റെ കൂടെ അരുണിന്റെ കൂടെ ഞാനാണ് സുരഭി. ഇങ്ങനെയൊന്നും ആരും പറയാറില്ലല്ലോ. സ്പോട്ട്ലൈറ്റിൽ നിങ്ങൾ എപ്പോഴുള്ള ഞാനാണ് സുരഭി. അത് മതി, കുറച്ചൊരു സൗന്ദര്യത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് അങ്ങ് സീരിയസ് ആവും. ഇപ്പൊ നമ്മുടെ സലീം കുമാർ അവാർഡ് കിട്ടുന്നവരെ സലീം കുമാർ നമ്മുടെ സ്വന്തം സലീം കുമാർ ആയിരുന്നു. പക്ഷെ അവാർഡ് കിട്ടിയതിനു ശേഷം പുള്ളി ലേശം സലീം കുമാർ ആയോ എന്നൊരു സംശയം. അതേപോലെ തന്നെ സുരഭി കുറച്ചും കൂടി സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു താല്പര്യം, ഒരു സാധനം കൂടുന്നുണ്ടോ? അതല്ല പ്രശ്നം. പണ്ടൊന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അന്നൊരു ഇത് മൈൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇപ്പോ ഒന്നെങ്കിലും ഒന്ന് വായിന്ന് വീണാ മതി മോനെ, അത് പിടിച്ചെടുക്കാൻ ആൾക്കാർ, വിവാദത്തിന് ആൾക്കാർ തൊള്ള തുറക്കാൻ പറ്റാത്ത അവസ്ഥയെ. അതാണ് അവസ്ഥ. പണ്ടും ടോൾ ബൂത്തിലൊക്കെ നിന്നിട്ട് ലേറ്റ് ആകുമ്പോ ഞാൻ എന്റെ കോളേജിലെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അറിയാലോ അതിന്റെ ഒരു വിപ്ലവം, ആ ചോരത്തിളപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് നേരിട്ട് ഉണ്ടാകുന്ന ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അന്നപ്പോ ആരെങ്കിലും പിടിച്ച് തല്ലാന്നുണ്ടെങ്കിൽ കാഴ്ചക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ കയറി ഇവനെ എന്തിനാ തല്ലുന്നുള്ള ഞാൻ ചോദിച്ചു. സാധാരണ വികാരമാണ്, സ്വാഭാവിക വികാരാണ്. അത്ര വികാരമൊക്കെ തന്നെ എനിക്കുള്ളൂ. പ്രത്യേകിച്ചൊരു വികാരമൊന്നും ഇല്ല. ദേശീയ വികാരമൊന്നും ഉടലെടുത്തിട്ടില്ല. ഒരു ദേശീയ അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് ഒരു നരിക്കുനി വികാരം. അന്ന് ടോൾ ബൂത്തിൽ വെച്ചിട്ടുള്ള വീഡിയോന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതൊക്കെ മൊത്തത്തിൽ കണ്ടപ്പോ എനിക്ക് മാനാർമത്തായത്തെ സീന ഓർമ്മ വന്നത്. ഞങ്ങൾ അരമണിക്കൂർ മുന്നേ ഇറങ്ങി അപ്പുറത്തെ സംഘാടകരെ വിളിച്ച് വെറുപ്പിച്ചോണ്ടാണ് അത് ചൂടായത്. അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾ കുറെ നേരം അവിടെ കാത്തു നിന്ന്. അപ്പൊ എന്നെപ്പോലെ ഒരു ചുറുചുറുക്കുള്ളൊരു പയ്യൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രതികരിച്ചോണ്ടിരിക്കുക. കാരണം ഇത്രയും വണ്ടികൾ നിൽക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ടോ, നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ടോൾ ഇങ്ങനെ പിരിക്കരുത് എന്നിട്ട് ഓൻ എല്ലാരും കൂടി പൊരിക്കുന്നത് കണ്ടപ്പോ ഞങ്ങളെ ബാക്കിലുള്ള 4 വണ്ടിക്കാരിറങ്ങി, നമ്മളിറങ്ങി. പിന്നെ അവിടെ ഒരു കച്ചറ വിച്ചറ ഉറ്റിച്ചിറ മാനാഞ്ചിറ പറഞ്ഞോളാം, ആടെ ആകെ മാന്തലാവും എന്ന് തോന്നിയപ്പോ മോനെ ഞാൻ എന്റെ മൊബൈൽ എടുത്ത് പിടിച്ചതാണ് ആ വീഡിയോ. അങ്ങനെയൊക്കെ ലൈവ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ദേശീയ എത്ര വലുതാണെന്ന്. അതുവരെ ഒരു 15 ലൈക്കോ ഒരു 15 ഒരു 10-300 ലൈക്ക് പോട്ടെ, അത്ര ലൈക്കും അത്ര മതി. അതൊരു 10-100 കമന്റും ഒക്കെ കിടന്ന് എന്റെ ഫേസ്ബുക്കില് 10.am എന്നൊക്കെ പറഞ്ഞ എന്താ വ്യൂവേഴ്സ് ആ സാധനമാണ് പിന്നീട് ഞാൻ കണ്ടത്. പിന്നെ ഇപ്പൊ ദേശീയ അവാർഡ് കിട്ടിയതിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. ഞങ്ങൾ മറ്റേ ടോൾ ബൂത്ത് പോയിട്ട് കണ്ടു. ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. പണക്കും അത് തന്നെയല്ലേ മനസ്സിലായോ? എന്താ മില്യൺ ഒരു 5 കൊല്ലം കൂടി കഴിയുമ്പം അത് ബി ആവും. അങ്ങനെ അതന്നെ ആവണ്ടായിരുന്നു. ഈ ഫേസ്ബുക്ക് ലൈവ് കുറച്ച് കാലമായിട്ടാണ് ഭയങ്കര ആക്റ്റീവ്. കാരണം അന്ന് അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് ഡൽഹിയിൽ മറ്റേ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് ഫേസ്ബുക്ക് ലൈവ് ചെയ്ത് ഞാൻ കണ്ടിട്ട് അതും കേട്ടോ. ലൈവ് കാണുന്നുണ്ടല്ലോ, ഒരേ ലൈവാണ്. ഈ ലൈവ് ആരെ പഠിപ്പിച്ചത് ലൈവ്? അതെ, ആദ്യത്തെ ലൈവ് ഒക്കെ കണ്ടാലും ഇത് ലൈവ് ആയോ ഇല്ല അത് ചോദിക്കുന്നുണ്ട്. അല്ല അത് പോയോ, അത് വന്നില്ലല്ലോ, ഇത് പോയി കഴിഞ്ഞോ? എനിക്കറിയില്ലായിരുന്നു. എന്റെ MIT മൂസയിലുള്ള റിസ്വാനാണ് എന്റെ ലൈവ് പോകാൻ പഠിപ്പിച്ചത്. അപ്പൊ അത് അവിടെ ചെന്നപ്പോ ഒരു ആവേശത്തിൽ അങ്ങ് ചെയ്തതല്ലോ. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഇത്ര വ്യൂവേഴ്സ് നമ്മളെ കാണുന്നുള്ളത്, വിചാരിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ ലൈവ് പോയാൽ ആരെങ്കിലും ഒക്കെ കാണാറുണ്ട്. പണ്ടൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. എന്തായിരുന്നു അത്? നീ വല്ലാതെ വായിക്കുന്നുണ്ടല്ലോ ഈയിടെയായിട്ട്. കുറച്ച് ഭയങ്കരമായിട്ട് പണിയുടെ ഭാഗമായിട്ട് ഒരേ വായനയാണ്. അതില് പറയുന്നുണ്ട്, പണ്ട് ഈ ഓട്ടംതുള്ളലിന് പോയിരുന്നു, മറ്റേ പക്കവാദിക്കാരൊന്നില്ലാതെ, പക്കമേളക്കാരില്ലാതെ പോയിരുന്നു. അന്ന് ആ കാലത്തുള്ള ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും പത്രത്തിലൊരു ഫോട്ടോ വന്നിരുന്നെങ്കിൽ. ഫോട്ടോയുടെ വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ. അതല്ലവനെ, അതിനു മുമ്പ് പിന്നെ വടകര റീജിയണൽ കലാതിലകമായപ്പോ ഒരു കുഞ്ഞു ഫോട്ടോ തപ്പി പിടിക്കണം, എന്നാലും ഒരു ഫോട്ടോ വന്നിരുന്നു കലാതിലകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് കോഴിക്കോട് ജില്ലയിൽ മാത്രം അങ്ങ് ഒതുങ്ങിപ്പോയടാ. അപ്പൊ പിന്നെ കേരളത്തിലേക്കൊന്ന് വൈഡായിട്ടൊന്ന് എന്റെ ഫോട്ടോ എല്ലാരും ഒന്ന് കാണട്ടെ. മരിച്ചിട്ട് വരുന്നതൊന്ന് വേറെ നമ്മൾ കാണൂലല്ലോ, നമുക്കതിനുള്ള ഭാഗ്യം. ചാർലി ആവണം. അപ്പോ അതിനു മുൻപ് ജീവിച്ചിരിക്കുമ്പോ ഒരു ഫോട്ടോ ഇക്കന്നെ ഒന്ന് കാണാനും വെട്ടിവെക്കാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ് ലെവലിൽ എത്തിയത് ആദ്യത്തെ ദിവസം. അപ്പൊ മാധ്യമക്കാരൊക്കെ ഈ വാർത്തയാണല്ലോ അവർക്ക് വേണ്ടത്. അപ്പൊ ആ വാർത്ത കിട്ടാതെ ഇങ്ങനെ ആകെ വിലപിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്ന് പക്കമേളം കൊണ്ടുവന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം നഷ്ടമായി. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ, അച്ഛൻ മരിച്ചിട്ട് കുറച്ച് 2-3 മാസമായിട്ടേ ഉള്ളൂ.
മരിച്ചതുകൊണ്ട് ഇപ്പൊ വീട്ടില് അങ്ങനെ കുറച്ച് ഒരു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ സ്റ്റേറ്റ് അവാർഡൊക്കെയാ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ നമ്മളൊരു കല്യാണം കഴിക്കുന്ന പൈസ ചെലവാകും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. വേറെ അങ്ങോട്ട് തിരുത്തി എഴുതിയില്ലേ, പക്കമേളത്തിന് പണമില്ല, കണ്ണീരുമായി സുരഭി, ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ നിന്നും കയറി. ഇപ്പോഴും അത് വെച്ചിട്ടാണ് നാട്ടുകാർ ഇപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. അത് എന്നോ ഒരു വാർത്ത അത് വന്ന സംഭവമാണ്. നിങ്ങൾ ഭയങ്കര ദാരിദ്ര്യത്തിൽ നിന്ന് വന്നാണല്ലോ, ഭയങ്കര കഷ്ടപ്പാടെന്ന് വന്നാണ്. ഞാൻ പറഞ്ഞു തിന്നാനും കുടിക്കാനും ഗതിയില്ലാത്ത അവസ്ഥയൊന്നും അതൊക്കെ ഉണ്ടായിരുന്നു. അല്ല തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന അത്ര. ഞാൻ ആലുവയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഒരു അപ്പൂപ്പൻ ഈ വാർത്ത നീ വായിച്ച പോലെ തന്നെ എവിടുന്നോ വായിച്ചു. എന്നിട്ട് ഞാൻ നല്ല സുമുഖി സുന്ദരിയെ കാറൊക്കെ വിളിച്ച് പോയി. എന്റെ കൂട്ടുകാരി ശില്പ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ ചടങ്ങിന് വേണ്ടി മണപ്പുറത്താട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം അവൾ ഞാൻ ചോദിക്കേണ്ടത് രസമുണ്ടോ, നന്നായിക്കോ, ഇത് കുഴപ്പമുണ്ടോ, ഇല്ലല്ല ഒക്കെ ഓക്കെയാണെന്ന് അവളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞിരുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം. അപ്പോഴാണ് ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന മുഖ്യാതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുപ്പത്തൊട്ടിയിലെ മാണിക്യമാണ്. എന്ത് ഞാനോ കുപ്പത്തൊട്ടിയിലെ മാണിക്യം, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും കയറി വന്ന നമ്മുടെ മാണിക്യം. ഏത് കുപ്പത്തൊട്ടിയിലാണെങ്കിലും മാണിക്യത്തിന്റെ ശോഭ കാണിക്കുന്നതാണ് ഇയാള്. കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തിനെ പറ്റി ഒരു അരമണിക്കൂർ പ്രസംഗം. അപ്പം തന്നെ എൻ്റെ മൊബൈലിലേക്ക് കീ എന്നൊരൊച്ച വന്നു. തുറന്നു നോക്കിയപ്പോൾ മറ്റൊന്നുമല്ല, ശില്പ പറഞ്ഞു ഞാൻ പോവാണ്, നീ കാറിലോ ബസ്സിലോ എങ്ങനെയാച്ച അങ്ങോട്ട് വന്നു. അവള് ഭയങ്കര അഹങ്കാരത്തോടെ കൂടെ ഇരുന്നത് സുർബിയുടെ കൂടെ വന്നാന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോ ഒരു നിമിഷം സീതാദേവി ആയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി. മണപ്പുറം അങ്ങോട്ട് പിളർന്ന് സ്റ്റേജ് പിളർന്ന് ഉള്ളിലേക്ക് ഇറങ്ങി അവിടെ ഒരു പ്രതിഷ്ഠയായി പോയിരുന്നെങ്കിൽ. എത്ര കാലം എടുത്തു കുപ്പത്തൊട്ടി എന്നുള്ള പേര് മായ്ച്ചു കിട്ടാൻ? അതെ, കാശുകാരിയായിട്ടുള്ള കാശുകാരിയൊന്നും അല്ല, പക്ഷേ ഒരു മാന്യം നമുക്ക് അറിയാലോ. ഒരു സാധാരണ കുടുംബം ആണ്. ഉള്ളതിനേക്കാൾ കൂടുതൽ പറയുമ്പോൾ നമുക്ക് സന്തോഷം, പക്ഷെ അതിനേക്കാൾ കുറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ വികാരമല്ലേ? തീർച്ചയായും അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇപ്പൊ ഞാൻ കുപ്പത്തൊട്ടിയിലെ മാണിക്കുന്നേ എന്ന് വിളിച്ച് എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അത് തിരുത്തി തരും. എന്റെ പുറകെ കൊണ്ടൊരു പള്ളർച്ച് ബിരിയാണി ഉണ്ടാക്കി തരും. മിന്നാമിനുങ്ങ് എന്നുള്ള സിനിമയ്ക്ക് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട്, വെറും അവാർഡല്ല നാഷണൽ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഡൽഹി പോയി വന്നത് വെറും അവാർഡ് മാത്രമായിട്ടല്ല, കൂടെ കുറെ ഫോട്ടോ ഒക്കെ ആയിട്ടാണ് വന്നത്. അവിടെ പോയിട്ട് അക്ഷയ് കുമാറിനെ കണ്ടിട്ട് സെൽഫി ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷവതിയായിട്ട് കാണപ്പെട്ടു. സെൽഫി എടുക്കണ്ടായിരുന്നു, പക്ഷേ സെൽഫി ഇത്ര പ്രചരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് വളരെ ഇതായിട്ടുള്ള സെൽഫി. ഇനിയിപ്പൊ ഞാൻ അവരെയൊക്കെ പോയിട്ട് ഇവിടുന്ന് കണ്ട് സെൽഫി എടുക്കണു. പക്ഷെ അങ്ങനെ പറയരുത്, അടുത്ത അവാർഡ് ഇനി കിട്ടിയല്ലോ. അപ്പൊ അക്ഷയ് കുമാറിന് കിട്ടണ്ടേ? ഓ അങ്ങനത്തെ അങ്ങനെ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യമുണ്ട്. അതുകൊണ്ട് അതിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. അവന് വേറെ ആളെപ്പുറം എടുക്കാം. കിട്ടിയല്ലോ. അപ്പോ അല്ല, പണ്ട് ഞാൻ നരിക്കുനി ദിനേശ് ടാക്കീസിൽ സിനിമ കാണാൻ പോകുമ്പോ കാണുന്നായിരുന്നു കിലാടി എൻകാ കിലാടി, പിന്നെ റഫണ്ട് ഓഫ് വാങ്ങൂ റഫണ്ട് ഓഫ് ധരിക്കൂ. ആ പരസ്യമൊക്കെ ഞായറാഴ്ച സിനിമ കാണാൻ പോകുമ്പോ കാണുന്നല്ലേ ഈ ഭരിക്ക്. ആ എല്ലാവരുടെ വീടിന്റെ ഓഫീസ് റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ടല്ലോ, അവിടെയാണല്ലോ ഈ TV വെക്കുക. അപ്പൊ കുട്ടികളൊക്കെ ഞായറാഴ്ച വൈകുന്നേരം ഈ സിനിമ കാണാം. അപ്പോഴൊക്കെ കാണുന്ന പരസ്യം. അപ്പൊ നമുക്ക് ഇയാളെ നേരിട്ട് കാണുന്ന നമ്മളാരോ വിചാരിക്കുന്നുണ്ടോ, ഉറങ്ങുന്ന ഉറക്കത്ത് വിചാരിക്കുന്നുണ്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നടന്മാരെയൊക്കെ ഉറക്കത്ത് കാണിക്കുന്നു കേട്ടോ. അങ്ങനെ കാണലുണ്ടോ? ഞാൻ സ്ഥിരമായിട്ട് മോഹൻലാലിനെ കാണലുണ്ട്, മമ്മൂട്ടീനെ കാണലുണ്ട്, പൃഥ്വിരാജിനെ കാണലുണ്ട്, പിന്നെ മഞ്ജുവാരനെ കാണലുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരെ കാണലുണ്ട്. എല്ലാരും കാണാറുണ്ട്. ജൂഹി ചൗളനെ കണ്ടിനി. ഹരികൃഷ്ണൻ ചെറിയ സമയത്തായിരിക്കും. അല്ല, കഴിഞ്ഞാരെ കണ്ട്. എന്തിനാണാവോ കണ്ട്? ജൂഹി ചൗളൊന്നും എന്റെ സ്വപ്നത്തിൽ വേണ്ട ഒരു ആവശ്യമേ ഇല്ല. എന്തിനായിരിക്കും വന്നത്? കൂടെ സെൽഫി എടുത്ത് സോനം കപൂർ ഒക്കെയാണ് പിന്നെ ഫോട്ടോ. സോനം കപൂറിന്റെ സിനിമയൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ അബ്ക ഫിലിം ബഹുത്ത് അച്ഛാ എന്നൊക്കെ ഞാൻ പറഞ്ഞ് തള്ളി. രണ്ടുപേര് രണ്ട് അപ്പുറത്തപ്പുറത്തെ കസാല ഇരിക്കുന്നു. സോനം കപൂർ സുരഭിയുടെ സിനിമ കണ്ടിട്ടില്ല. ഇല്ല. സുരഭി ലക്ഷ്മി സോനം കപൂറിന്റെ സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു അപ്പുറത്തും ഇപ്പുറത്തും? ഞാൻ ആപ്കാ വേഷവിധാന അച്ഛാ ഹൈ, ഓർണമെന്റ്സ് ബഹുത്ത് അച്ഛാ ഹൈ, ഹം ബഹുത് സുന്ദർ ഹൈ, ഹം ബഹുത് സുന്ദർ ഹൈ, ആപ്കാ ഫിലിം ബഹുത്ത് അച്ഛേ ഹൈ, ബഹുത് ഖൂബ്സൂരത്തി ഹൈ. അതൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു മേരാ ഫ്രണ്ട് എന്തോ കേരളത്തിലാണ്, എനിക്ക് മനസ്സിലായി. കേരൾ മേന്നോ അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആ ഹിന്ദി ഓർക്കുന്നില്ല, എന്നാലും അങ്ങനെ എന്നോട് പറഞ്ഞു കേരളത്തിലാണ്, പിന്നെ നിങ്ങളുടെ ട്രഡീഷണൽ ഡ്രസ് അല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു നമ്മൾ ഇംഗ്ലീഷിലെ
ശ്രീദേവിന്റെ ഭർത്താവ് ആദിൽ ഹുസൈൻ, പുള്ളിക്കാരൻ കൂടിയാട്ടം പഠിക്കാൻ വേണ്ടിയിട്ട് കപില വേണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്താണ് കപില ചേച്ചി, കൂടിയാട്ടത്തിലെ യുവ കൂടിയാട്ട കലാകാരിയാണ്, അവരുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ കൂടിയാട്ടം പഠിച്ചത് നന്നായി എന്ന് തോന്നിയത്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ ഇതിലെ ശ്വാസത്തിനെ കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ട് എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും എന്റെ വിഷയമല്ല, പക്ഷെ എനിക്ക് പറ്റാത്തോളം ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു അതിൽ ബ്രീത്തിങ് വെരി ഇമ്പോർട്ടൻറ്റ്, അന്ന് ഞാൻ കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്. പിന്നെ യു ആർ ബേസിക്കലി എ തിയേറ്റർ ആർട്ടിസ്റ്റ്? യെസ്, ഐ എം ഓൾസോ എ തിയേറ്റർ ആർട്ടിസ്റ്റ്. പിന്നെ ഫിലിംസും സീരിയൽസും എല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് പറയുന്നതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ നമുക്കൊരു പ്രശ്നം എന്താണെന്നറിയോ, അക്ഷയ്കുമാറും സോനം കപൂറും ഒക്കെ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർ, അവിടെ ലേശം ചെറുതായി പോയോ എന്നൊരു സംശയം. അല്ലടോ, ഞാൻ ഹീലിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അത് അപ്പർ ബോഡിക്ക് ഹീലിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി എന്റെ ഖസേന വരെ ചെറുതാക്കി ഇട്ടോ, ഹിന്ദിക്കാരനെ അങ്ങനെ ചെയ്തോ, കാണിച്ചോ ഒരു പക്ഷഭേദം കാണിച്ചോ എന്ന വർണ്ണത്തിൽ. അപ്പൊ ഞാൻ നിന്നപ്പോ അല്ലല്ല എനിക്ക് നീളല്ലാത്തോണ്ട് തന്നെയാണ് ഞാൻ നന്നായി ഞെളിഞ്ഞൊക്കെ ഇരുന്ന് ഒരു മൂവിയില് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഉണ്ടാവുന്ന ആഗ്രഹം എന്താ? നായിക ആവണമെന്ന് ഒരു നിർബന്ധവും, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ റോൾസ്, അത് ഒരു സീനാണെങ്കിലും ശരി, ആ സിനിമ കണ്ടിറങ്ങുമ്പോ എന്റെ ക്യാരക്ടർ പറഞ്ഞ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവണം. സൂര്യപേർ ഒറ്റ സീനിലേ വന്നുള്ളൂ, പക്ഷെ അത് നല്ലൊരു സീനായിരുന്നു, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു സീനായിരുന്നു. അങ്ങനെയുള്ള റോളുകൾ കിട്ടിയാൽ ഞാൻ സന്തുഷ്ടയാണ്. പക്ഷെ സാധാരണ ഞാൻ ഇതുവരെ മേക്ക് ഡൗൺ ആയിരുന്നു. അതായത് ഇവിടെ വലത്തെ നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു വരവായിരിക്കും, ആദി, ഇടത്തെ ഭാഗത്ത് വ്യാധി, മൂക്കിന്റെ രണ്ട് സൈഡിൽ ആവലാതി, ഇപ്പുറത്തെ സൈഡിൽ വേവലാതി, താഴെ ദാരിദ്ര്യം, കണ്ണിന്റെ താഴെ കഷ്ടപ്പാട്, ദുരിതം. കറക്റ്റ് ക്യാരക്ടറായി. കഴുത്തിലൊരു ചരടും ഒരു മുണ്ടും ബ്ലൗസും, ഇതാണ് വേഷം. അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മോചനം. ഇപ്പത്തെ ഭിന്നാഭിനിങ്ങില് ക്യാരക്ടറിന് പേരില്ല. അത് ഏകദേശം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് പെർഫോം ചെയ്യുന്ന ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യാ, അതിന്റെ ഒരു മാനസികാവസ്ഥയിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകാനൊക്കെ ഉള്ള വലിയൊരു ഭാഗ്യം കിട്ടി. ഭിന്നാഭിനിങ് ഈ 21-ാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ്. എനക്ക് ഉനക്ക് ഉറപ്പായിട്ട് എന്റെ പോലെ എന്റെ അടുത്തുള്ള ആരെങ്കിലും ഒരാളെ തോന്നും, അത് കാണുന്ന എല്ലാവർക്കും തോന്നും. അത് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മനോജേട്ടന് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ. ആ സ്ക്രിപ്റ്റ് ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ച ഒരു പരിചയവും ഇല്ല, കാരണം നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്നില്ലല്ലോ. ഒരു സിനിമ ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരു പേജും കൂടി തരും, ഈ 2 ഡയലോഗേ ഉള്ളൂ, അത് ഓക്കെ ആവാം പറഞ്ഞോളൂ, ഇല്ല കേട്ടോ എന്നാ നാളെ വരൂ, ഇതൊക്കെയാണ് എന്റെ ഡയലോഗ്സ്. ഇതിലൊക്കെ തീരും മിക്കവാറും സിനിമകൾ, ഓൾമോസ്റ്റ് 80% അങ്ങനെയാണ്. അതിന് അല്ലാത്ത തന്നെയാണെങ്കിൽ ഒരു 2 പേജ്, അല്ലാണ്ട് കഥയും കവിതയൊന്നും എനിക്ക് ഇതിൽ എന്താ നടക്കുന്നത്, ആരാ നടന്മാരെന്ന് പോലും ചിലപ്പോൾ അറിയില്ല. സിനിമ കാണുമ്പോൾ ആഹാ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. ഒരു കഥ അറിയില്ല. അതുകൊണ്ട് എനിക്ക് സിനിമ കാണാൻ, ഞാൻ അഭിനയിച്ച സിനിമ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എവിടെ ഞാൻ വരും, എന്തിന്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പലതിന്റെയും കഥ എനിക്ക് അറിയാറുണ്ടായിരുന്നു. ഈ സിനിമ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് വായിക്കാം. ഈ പരിചയമില്ലാത്തതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡ് കുറേ വിവരിക്കുമല്ലോ. അവിടെ ഒരു കാക്ക കൂകി, ഇവിടെ ഒരു പക്ഷി ചിലച്ചു, അപ്പോൾ തന്നെ ഒരു പൂച്ച ഓടിപ്പോകുന്നു, അങ്ങനെ പൂച്ചയുടെ അങ്ങനെയൊക്കെ. എത്ര പേജ് ഉണ്ട് ഏകദേശം? കുറെ പേജ് ഉണ്ടോ, ഒരു 100-100 സംതിങ് പേജ് ഉണ്ട്. അപ്പൊ എനിക്ക് പൊറടിച്ച് ഇത് അങ്ങോട്ട് നീങ്ങുന്നില്ല. പിന്നെ ഞാൻ അതാണെന്നുണ്ടെങ്കിലും അവർ തന്ന സ്ക്രിപ്റ്റ് കയ്യെഴുത്ത് പ്രതിയാണ്. മനോജേട്ട, ഇത് ഞാൻ മോശാക്കി പറയല്ല കേട്ടോ മനോജേട്ട, നിങ്ങളെ എഴുത്ത് മറ്റേ താത്താന്നുള്ള പോലെ തകർത്തു. പണ്ട് കോപ്പി എഴുതാത്തതിന്റെ എല്ലാ ഗുണങ്ങളും ഫേസ്ബുക്കിൽ മൂപ്പർ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. മനോജേട്ട ഫേസ്ബുക്കിൽ മനോഹരമായിട്ട് വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ടക്ക അക്ഷരല്ലേ, അത് കമ്പ്യൂട്ടർ അല്ലേ. ഇത് ഒറിജിനൽ കണ്ടപ്പോ ഞാൻ തകർന്നു പോയി. എനിക്ക് ഈ അക്ഷരങ്ങൾ കൂട്ടി കിട്ടാനുള്ള ഒരു പാട് ഭയങ്കരമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കുറെയൊക്കെ നോക്കി. പിന്നെ അക്ഷരങ്ങളോട് ഞാൻ കഥയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ നീ പറയണ്ട അരുണേ, അക്ഷരങ്ങളും വാക്കുകളും സംഭവങ്ങളും ഒക്കെ അങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇറങ്ങി ആഴത്തിൽ ഞാനിങ്ങനെ മുങ്ങി കുളിച്ചു. ഈ സിനിമയല്ലേ ആദ്യമായിട്ട് ഫുൾ ഒരു മുഴുനീള കഥാപാത്രം? എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, എന്റെ വിഡ് എന്ന് പറഞ്ഞോളൂ.
വരുന്നൊരു സിനിമ ഇതാണ്. ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കലുണ്ട്, എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ പറഞ്ഞു ഇതിപ്പോൾ അപ്പം അവരും ഒരുപാട് പൈസയും ബഡ്ജറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്നെയും വിളിക്കൂല, അത് വേറെ കാര്യം. പിന്നെ അതല്ല വേറെ വലിയ സംവിധായകരൊക്കെ ആണെന്നുണ്ടെങ്കിലോ തിരക്കഥാകൃത്തുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്നെ ചിലപ്പോൾ അണ്ടർലൈൻ ചിലപ്പോൾ എന്നെ വിളിക്കണമെന്നില്ല. വേറെ ആരെങ്കിലും ബിഗ് ബഡ്ജറ്റ് ആകുമ്പോൾ നമ്മളെ വിളിക്കൂലല്ലോ. അപ്പം അതിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടറിന് വിളിക്കും ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് പൈസ ഇല്ലാഞ്ഞ് നന്നായി. എന്റെ മനസ്സിൽ കോഴിക്കോട് ഭാഷ പറയുന്ന ഒരു ദേവസേനയാണ് നിങ്ങള്. ബാഹുബലി 3 രാജമൗലി വിളിച്ചിട്ട് ഹലോ സുരഭിയല്ലേ, ഞങ്ങൾ കോഴിക്കോട് ഭാഷ പറയുന്ന ഒരു ദേവസേനയെ വേണം, ഒന്ന് വരുമോ ചോദിച്ചിട്ട്. നിങ്ങൾ വാൾപ്പയറ്റൊക്കെ പഠിച്ചത് പോരട്ടെ, ഇടത്തേക്കാൾ തെക്കോട്ട് വെച്ച് തെക്കേക്കാൾ മോനെ ചെറിയോനെ ഇതിൽ കോഴിക്കോടൻ ഭാഷ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്കാ വരാതിരിക്കുന്നത്. അത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണല്ലോ. നിങ്ങളാണ് കോഴിക്കോടൻ ഭാഷ മാത്രമേ പറയൂ എല്ലാ സ്ഥലത്തും. എങ്ങനെയാണ് ട്രിവാൻഡ്രം എന്തിനാ ചെല്ലക്കിൽ ആ സാധനമാണോ? അല്ലടേ, അതൊന്നല്ലടേ. എന്തൊരു സാധനങ്ങൾ പിന്നെ അത് വേറെ തന്നെ. അത് ഡബിങ്ങുകളൊക്കെ എങ്ങനെ? ഡബിങ്ങുകളും മറ്റും കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് സഹായിച്ചു. ഓ അങ്ങനെ തന്നെ അങ്ങ് പോയി. അപ്പൊ തിരുവനന്തപുരം വഴങ്ങൂ? അങ്ങനെ വഴങ്ങുന്നു തോന്നുന്നു. വേറെ എന്തൊക്കെ വഴങ്ങൂ? നിനക്ക് വഴങ്ങുന്നതൊക്കെ ഇപ്പൊ കാണാം. കളരിപ്പയറ്റ്, വാൾപ്പയറ്റ്, അങ്ങനെ പലതും വഴങ്ങും. കോഴിക്കോട് ഭാഷ വഴങ്ങും, തിരുവനന്തപുരം വഴങ്ങും. അതിപ്പോ നമ്മള് വഴക്കുകയല്ലേ, വഴങ്ങുകയല്ലല്ലോ. അതൊക്കെ വഴങ്ങി പോകും. അല്ല, ഇത് എന്താണ് രസം ഉണ്ടാക്കുകയല്ലേ. അതേപോലെ തന്നെ അതങ്ങനെ ഉണ്ടാവുന്നു. എന്നോട് അവർ പറഞ്ഞിട്ട് നിങ്ങൾ കോഴിക്കോട് പറയരുത് കേട്ടോ, വേറെ ഏത് വേണമെങ്കിൽ പറഞ്ഞോളൂ, കോഴിക്കോട് തുറക്കുക. കാരണം അവരുടെ വിചാരം അതായിരുന്നു, അത് മാത്രമേ നമ്മൾ പറയുള്ളൂ എന്നുള്ളത്. അങ്ങനെ വിചാരിച്ചപ്പോൾ എനിക്കിങ്ങനെ, പക്ഷെ നമുക്കൊരു ശരീരം കിട്ടണമല്ലോ, അത് എവിടേക്കെങ്കിലും നമുക്ക് ആവാഹിക്കണമല്ലോ. അങ്ങനെ നമുക്കിങ്ങനെ നമ്മൾ കേട്ടതും പരിചയമുള്ളതും ഒക്കെ ആയിട്ടുള്ള ആളുകളിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ നോക്കിയപ്പോൾ ആണ് എൻ്റെ മാറ്റർ മീനാ മെട്ടനായിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ കത്തിയടിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ ഉറങ്ങിയാലും ഞങ്ങൾ മെസ്സിൽ നിന്ന് ഇങ്ങനെ കുറേ കഥകളൊക്കെ പറയലുണ്ട്, ചർച്ചകൾ ഘോര ചർച്ചകൾ. അപ്പം മേട്ടറിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മോളെ വല്ലാത്ത കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മേട്ടറിനെ ഒന്ന് കത്തി, മേട്ടറിനെ കൂടെ എന്ത് ഒരു ഉപകാരം ഉണ്ടായാലും ചീത്തയല്ലാണ്ട് ആ ഭാഷ കിട്ടി. ആ ഭാഷയും ചെറിയ എന്നാ അത് താനല്ലയോ ഇത് എന്നേ തോന്നുള്ളൂ, അല്ലാണ്ട് അത് കറക്റ്റ് അല്ല. പക്കാ തിരുവനന്തപുരം ഒരു കാറ്റ് വീശാൻ ഇത്തരം സംഭവങ്ങൾ എന്നെ സഹായിച്ചു. അങ്ങനെ ആ യാത്ര തുടങ്ങി. തിരുവനന്തപുരം ഭാഷ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രാജമാണിക്ക് നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഇതല്ല. ഇല്ലത്തുനിന്ന് ഇറങ്ങി അമ്മാത്ത് എത്താത്തതും ഇല്ല, ഇല്ലത്തുനിന്ന് ഇറങ്ങി കറക്റ്റ് അമ്മാത്ത് എത്തിയിട്ടുമില്ല. അപ്പൊ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആ ഒരു സ്ഥലത്തൂടെ എങ്ങനെ പോവാ, അമ്മാത്തെത്തും. ഈ കടലിയും നമ്മളെ ഈ ബത്തക്കയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള സമ്മാനം കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഭക്ഷണമായിട്ട് എന്തെങ്കിലും സമ്മാനം കിട്ടിയിട്ടോ? ഭക്ഷണമായിട്ട് കോഴിമുട്ടയൊക്കെയാണോ ഉദ്ദേശിച്ചത്? കോഴിമുട്ട, തക്കാളി, ഇതൊക്കെ ഭക്ഷണ സാധനങ്ങളാണല്ലോ. ഇല്ല, ഭക്ഷണമായിട്ടൊന്നും സമ്മാനമൊന്നും കിട്ടിയില്ല. പിന്നെ സോപ്പ് പെട്ടി, പേൻ ചീർപ്പ്, അതൊക്കെ നമ്മുടെ ഓരോ ഫാൻസി കടക്കാർ സ്പോൺസർ ചെയ്യാണല്ലോ ചെയ്യാ. പക്ഷെ അവര് വലിയ പെട്ടിയിലിട്ടാ കൊടുക്കുക. ഒരേലും അത് തുറന്നു നോക്കുമ്പോ ചീർപ്പുകള്, പിന്നെ സ്പൂണ്, ഗ്ലാസ്, പിന്നെ പ്ലേറ്റ്, അങ്ങനെയൊക്കെയുള്ള സോപ്പും പെട്ടി, അങ്ങനെയൊക്കെയുള്ള സമ്മാനങ്ങളൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകൾ ഉള്ളപ്പോ വീട്ടിലേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. സുരഭി കൊണ്ടുവരും, സോപ്പ് ഇഷ്ടംപോലെ സോപ്പ്. ഈ സ്റ്റേഷനറി പീഡിയക്കാരൊക്കെ ഏകദേശം ഡേറ്റ് ചെയ്യാനായ സോപ്പൊക്കെ ആണല്ലോ ഈ. കാരണം നമ്മളെ സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നരിക്കുനി AP സ്കൂളിൽ യൂത്ത് ഹോസ്റ്റലിൽ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള പീഡിയയിലൊക്കെ പോകും. ഒന്നാം സമ്മാനം കിട്ടിയവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കും. അപ്പൊ ഓരോരോ പീഡിയക്കാർ അവിടെ ചെലവാത്ത സാധനമാണല്ലോ അവർക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടുക. അപ്പൊ ഇത് മുഴുവൻ കൊറേ കിട്ടിനി മോനെ. കിട്ടിയ സോപ്പാണ്. സോപ്പ് കിട്ടി, സോപ്പാണ്. അത് പിന്നെ ഇങ്ങനെ പതപ്പിച്ച് ഞാൻ അങ്ങനെ സോപ്പ് ഇട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ഒരു പത എപ്പോഴും. നിങ്ങളെ www.surbilakshmi.com. സാധാരണ ഇപ്പൊ എല്ലാരും സൈറ്റൊക്കെ വിട്ട് ഫേസ്ബുക്കിൽ മാത്രമായി തുടങ്ങി. ഒരു ഭയങ്കര ഇത്രയും ആഗ്രഹത്തോടെ സൈറ്റ് തുടങ്ങാൻ കാര്യം എന്താ? സൈറ്റിന്റെ ഫാഷൻ പോയോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ചോദിക്കാൻ കാരണം എന്നല്ല, കഴിഞ്ഞ ദിവസം ഞാൻ സൈറ്റിൽ കൂടി പോകുന്ന സമയത്ത് അതൊരു ഗോൾഡൻ കളർ പേന പിടിച്ചിട്ട് അന്തം വിട്ട് കുന്തം വിഴുകിയ പോലെ നിൽക്കുന്നുണ്ട്. ആ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഗോൾഡൻ കളർ നമ്മുടെ MLA റഹീം സാറിന്റെ പേനയാണ്. അപ്പൊ തന്നപ്പോ ഞാൻ ഒരു പെണ്ണ് തരുന്നപ്പോ തന്നപ്പോ പുള്ളി
പെണ്ണൊക്കെ തരാം എന്നാ സ്വർണത്തിന്റെ ആണ്. അപ്പൊ ഞാൻ നോക്കിയത് സ്വർണം തന്നെ, പാർക്കറിന്റെ പേനയാ, സ്വർണത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ. പറഞ്ഞു പെണ്ണ് എഴുതി തീർത്താളരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമ്മയിൽ തന്നത്. ഈ സൈറ്റ് തുടങ്ങാനുള്ള ഒരു ചേതവികാരം എന്തായിരുന്നു? ഒരേ ഫോട്ടോകൾ അതിനുള്ളിൽ മാങ്ങ പറിക്കാൻ പോകുന്നു, തെക്കിന്റെ പേരെ കയറുന്നു, കടിക്കൊന്ന പിടിച്ച് തിരിക്കുന്നു, കൊറേ ഫോട്ടോ ഉണ്ടല്ലോ. അത് നമ്മളെ സൈറ്റിലല്ലേ നമുക്ക് കയറി കളിക്കാൻ പറ്റും. സ്വന്തം ഫുൾ ഫിഗർ. നേരത്തെ പറഞ്ഞ പോലെ പത്രത്തിലെ ഫോട്ടോ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അന്ന് സംഭവിച്ചു. പക്ഷെ കാലം ഇങ്ങനെ കാലചക്രം കറങ്ങിക്കൊണ്ടുന്ന സമയത്ത് പത്രത്തിൽ മാത്രം പോരാ, വെബ്സൈറ്റ് വേണം. എനിക്ക് ഓൺലൈൻ മാധ്യമത്തിൽ എന്റെ ചിത്രം കാണണം. അതിനുവേണ്ടി തുടങ്ങിയതാണ് സൈറ്റ് തല ഫുൾ ഫിഗർ. വിക്കിപീഡിയയിൽ ഉണ്ടായിരുന്നു പറ്റി. അതിൽ കണ്ടോല് കയറി നിറങ്ങി ഞാൻ മങ്ങാട് ഒരു വർഷം താമസിച്ചപ്പോ എന്ത് ചെയ്തു, എന്റെ വിദ്യാഭ്യാസം മുഴുവൻ മങ്ങാടാണെന്ന്. അപ്പൊ എല്ലാരും പ്രാദേശികവാദം കൂടിയപ്പോ ജനിച്ച സ്ഥലവും പഠിച്ച സ്ഥലം എല്ലാം അങ്ങോട്ട് മാറ്റി മിക്സ് ആക്കി കളഞ്ഞു. അപ്പൊ നമുക്കതല്ല എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ഒരു സ്റ്റേജിലൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഇവർ ഈ വിക്കിപീഡിയ നോക്കിയിട്ടാണ് ഈ വിളിച്ചു പറയല്. അപ്പോ ഞാൻ അതിങ്ങനെ തിരുത്തിക്കൊണ്ടേയിരിക്കണം. 25 സിനിമയല്ല 45 സിനിമയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തിരുത്തണം. അപ്പൊ സൈറ്റിലാകുമ്പോൾ ആരും കയറി കളിക്കില്ല. അപ്പോ ദുബായിലുള്ള ഷൈല ചേച്ചിയും ടോമി ചേട്ടനും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ സമ്മാനമായിട്ട് തന്നതാണ് ഈ സൈറ്റ്. നാഷണൽ അവാർഡ് കിട്ടിയ ശേഷം വേറെ എന്തൊക്കെയാ ഗിഫ്റ്റ് കിട്ടിയ സൈറ്റ് അല്ലാതെ? സൈറ്റ് അല്ലാണ്ട് ചുരിദാർ കിട്ടിയിട്ടുണ്ട്, പിന്നെ വിനോദ് ഗോവറിന്റെ ഭാര്യയുടെ വക സാരി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. വലിയ സമ്മാനം കുറെ പേരുടെ അഭിനന്ദനങ്ങളായിരുന്നു എനിക്ക് സമ്മാനം. പിന്നെ എനിക്ക് വലിയ വലിയ സമ്മാനങ്ങള് മലയാള സിനിമയിലുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ഒരുക്കി വെക്കട്ടെ. പ്രതീക്ഷ എല്ലാം പ്രതീക്ഷയല്ലടൂ. തീർച്ചയായും ഒരേ പഠിപ്പിച്ചാണ് റാങ്ക് സ്കോളർഷിപ്പ് അല്ലടോ. 10ാം ക്ലാസ്സിൽ 361 മാർക്ക് ആക്കിയുള്ളായിരുന്നു. കണക്ക് 10 മാർക്ക്, കണക്ക് സെക്കൻഡ് 11 മാർക്ക്, കൊള്ളാലോ. ഇംഗ്ലീഷ് 17, ഇംഗ്ലീഷ് സെക്കൻഡിൽ 34. അയ്യോ വലിയ സ്ഥിതിയിലായിരുന്നു. വലിയ നിലവാരം. അവരുടെ സ്കോളർഷിപ്പ് ലെവലിലേക്ക് എങ്ങനെയാണ്? അല്ല, അത് കഴിഞ്ഞപ്പോ +2 എത്തി നമുക്ക് കുറച്ചുകൂടി മുമ്പ് പഠിക്കണം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് എത്തിയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ പിന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കിയതാ. പിന്നെ ശ്ലോകങ്ങളൊക്കെ എഴുതു ഞാൻ, പിന്നെ അങ്ങ് ശ്ലോകിച്ചു. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ ഭരതനാട്യത്തിന് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന സമയത്തെ ഇതിന് എക്സാം എങ്ങനെയാ? ഇതിന് 2 പ്രാക്ടിക്കൽ ഉണ്ടാവും. ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെ പ്രാക്ടിക്കലിന് 2 എണ്ണം ഉണ്ടാവും. അത് കഴിഞ്ഞ് താളത്തിന്റെ ഉണ്ടാവും. പിന്നെ മോഹിനിയാട്ടം നിർബന്ധമായിട്ട് 1 വർഷം പഠിക്കണം. ഭരതനാട്യം പഠിക്കണമെങ്കിൽ മോഹിനിയാട്ടം 1 വർഷം നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ അതല്ലാണ്ട് ഓപ്ഷൻ ആയിട്ട് തിയേറ്റർ ആണ് ഞാൻ എടുത്തത്, അല്ലെങ്കിൽ മ്യൂസിക് എടുക്കാം. മ്യൂസിക്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ശിക്ഷണത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. പണ്ടേ ഞാൻ അതിൽ വിദഗ്ധയായതുകൊണ്ട് 2 വരി 3 അവസ്ഥ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അവസാനം ആയിക്കോട്ടെ, അത് ഓഫാക്കുന്ന സമയം മതിയല്ലോ. പിന്നെ ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം ഉണ്ടാവും, സാൻസ്ക്രിറ്റ് ഉണ്ടാവും. ഇതിന്റെ ഒക്കെ ഭരതനാട്യത്തിന്റെ 2 പേപ്പറിന്റെ തിയറി, 2 പേപ്പർ എഴുതാനും ഉണ്ടാവും. സാധാരണ ഡിഗ്രീനേക്കാളും കുറച്ചധികം പേപ്പർ കൂടുതലാണ് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ആൾക്കാർക്ക് അതിനൊരു വിലയില്ലേ ഭരതനാട്യം ആയതുകൊണ്ട്. നാട്യശാസ്ത്രമൊക്കെ പഠിക്കണമോ? ഈ പഠിച്ചിട്ടുണ്ടോ? മൂക്കത്തണം, കണ്ണെത്തും നേരത്ത് മൂക്കത്തണം. നീ എന്നെ വല്ലാതെ ചളിയാക്കല്ലേ. ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്തായിരുന്നു? യഥോ ഹസ്ത തഥോ മന എന്നല്ലേ? ദൃഷ്ടി. അപ്പൊ മനഹല്ല, മനണ്ട്. യഥോ ഹസ്ത തഥോ ദൃഷ്ടി യഥോ മന അല്ലല്ലേ? ദൃഷ്ടി തഥോ മന, അങ്ങനെ തന്നെയല്ലേ? തഥോ ഭാവ. അതിന് മലയാളത്തിലൊക്കെ പറഞ്ഞ കേക്കട്ടെ. കൈയെത്തുന്നിടത്ത് കണ്ണെത്തുക, കണ്ണെടുത്ത് മനസ്സെത്തുക, അപ്പോഴാണ് ഭാവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇതാണ് ഭരതമുനി പറഞ്ഞിട്ടുള്ളത്. അതന്നെയല്ലേ പറഞ്ഞത്? ഇപ്പൊ ഭരതമുനി വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. ഭരതനാട്യം റാങ്ക് ഹോൾഡർ അല്ലേ ഫസ്റ്റ് റാങ്ക്? യഥോ ഹസ്ത തഥോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തഥോ മന, യഥോ മന തഥോ ഭാവ, യഥോ ഭാവ തഥോ രസ. ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ ഭരതമുനി പറഞ്ഞത്. അയ്യോ, ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. നാട്യശാസ്ത്രമാണ്, പക്ഷെ ഭരതനാട്യത്തിന് ആധാരം അഭിനയദർപ്പണാണ്. ആരാണ് അഭിനയദർപ്പണം? അത് വേറൊരു ബുക്കാണ് നാട്യശാസ്ത്രത്തിൽ എടുത്തിട്ടുള്ള. എന്നെ ഇങ്ങനെ വളരെ അക്കാഡമിക് ആയിട്ട് നീ ഇങ്ങനെ പരീക്ഷിക്കില്ലേ? ഒഴിവാക്കൂ. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അഭിനയവും നാട്യശാസ്ത്രമൊക്കെ പറഞ്ഞു തരൂ. അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഥ. നാഷണൽ അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് സ്റ്റേജിൽ കയറുന്ന സമയത്ത് മറ്റേ ഹൗ ഓൾഡ് ആർ യുല് മഞ്ജു വാര്യരുടെ ബോധം കെട്ടി വീഴുന്ന പോലെ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റോ, സ്റ്റേജ് പണ്ടേ വിഷയമല്ല, എന്നാലും ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ഓവർ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു?
അല്ല എക്സൈറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ചെറിയൊരാളാ, അത്രയും സൗമ്യനായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ. നമുക്കൊരു ഓമനത്തൊക്കെ തോന്നും. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി, ഒരു വികാരവും ഇല്ല അദ്ദേഹത്തിന്റെ മുഖത്ത്. വാങ്ങുന്നു, കൊടുക്കുന്നു, ഒരു ചിരി, ഒരു ലൈറ്റായിട്ട് ഒരു ചിരി. എന്നെ കണ്ടപ്പോ നമ്മുടെ ബംഗാളിലുള്ള ആള് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സും കേരളക്കാരുടെ ഒരേപോലെയാണെന്ന് തോന്നുന്നു, കസവുസാരി പോലത്തെ. വെരി നൈസ് എന്ന് പറഞ്ഞു. ഞാൻ താങ്ക് യു പറഞ്ഞു. അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റും. കുറച്ചേരം ഇങ്ങനെ നോക്കിന്ന് ഷെയ്ക്കൻ്റെ ഒന്നും കൊടുക്കാൻ പറ്റൂല, സമ്മതിക്കൂല. ജയറാം പറഞ്ഞ കാര്യം, മകൻ കാളിദാസൻ അവാർഡ് വാങ്ങാൻ പോണ സമയത്ത് ഒരു കൊച്ചു പുഷ്പം പ്രസിഡന്റിന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞൊരു കഥ. അതേപോലെ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് സ്നേഹത്തിന്റെ പേരിൽ ഇത് കേരളത്തിൽ കൊണ്ടുവന്ന ഒരു ഇളനീരാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും കരുതിയിരുന്നു അവിടേക്ക് പോണ സമയത്ത്? അങ്ങോട്ട് പോകുമ്പോ ഈ പുഷ്പം എവിടുന്ന് കിട്ടി, അവിടുന്ന് ഇവിടുന്ന് പറിച്ചായിരിക്കും. അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളുള്ളപ്പോ പുഷ്പമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ മറ്റേ എന്തോ ഭീകരവാദികളകത്തേക്ക് കയറുന്ന പോലെ അവാർഡ് കിട്ടിയവരാണെങ്കിൽ ഫുൾ ചെക്കിങ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ചെക്കിംഗ് ആണ് അവിടെ. പിന്നെ അക്ഷയ് കുമാറിന്റെ വക ഒരു 10-15 ബോഡി ഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റിനേക്കാളും കൂടുതൽ സെക്യൂരിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആക്കെ ഒരു രസാ കാണേ, ഒരു ഹരായിനി. അതല്ലേ ഞാൻ ഫോട്ടോ എടുത്ത് മരിച്ചേ. എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റൂല മോനെ, 2-3 ആൾക്കാർക്കൊക്കെ ഒരു പാസ് തരുള്ളൂ. വളരെ ലിമിറ്റഡ്. നമ്മൾ വേണമെങ്കിൽ അച്ഛനെയും അമ്മനെയും കൊണ്ടുപോകാം, പക്ഷേ നമുക്ക് ഒരാളുടെ ടിക്കറ്റേ അവർ തരുള്ളൂ. എനിക്ക് അവാർഡ് കിട്ടി എന്നെ മാത്രമേ ഗവൺമെന്റ് കൊണ്ടുപോകും, ബാക്കിയുള്ളവരൊക്കെ ഞാൻ കൊണ്ടുപോകണം. അങ്ങനെയുണ്ടല്ലേ? ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അലുവിയോ വർത്താക്കത്തെ കൊണ്ടുവരുന്നോ? ഒന്നും കൊണ്ടുപോയില്ല. പക്ഷെ അവിടെ കടുകെണ്ണ ചെറുതായിട്ടൊന്ന് പണി തന്നു, അതിന് കൂടെ ഉണ്ടായി. വയറൊക്കെ ഒന്ന് ക്ലീൻ ആയി. എത്ര ദിവസം അവിടെ പെട്ടെന്ന് കൂടെ പോന്നോ? അല്ല, ഇന്ന് രാവിലെ ചെന്നിട്ട് നാളെ വൈകിട്ട് അവാർഡ് വാങ്ങിച്ചിട്ട് മറ്റന്നാ രാവിലെ പോകും. പീറ്റർ ഹൈനെ കണ്ടിരുന്നല്ലോ അവിടെ? എനിക്ക് മനസ്സിലായില്ല ആരാണ്. പീറ്റർ ഹൈനെ കണ്ടു മനസ്സിലായില്ലേ? മുടിയൊക്കെ വേറെ എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അയാളെ കാര്യം എന്റെ മനസ്സിലില്ല. അപ്പൊ എന്റെ കൂടെ അഖിൽ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് എന്റെ തിരുവനന്തപുരത്ത് എന്റെ തിയേറ്റർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവനിപ്പോ അവിടെ കേക്കിന്റെ ബിസിനസ്സാ ഡൽഹിയില്. അപ്പൊ അവൻ വന്നിരുന്നു, എന്നെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഇത്രയും കാലം MIT ന്യൂസ് അത് ഇതൊക്കെ പറഞ്ഞു പരത്തേണ്ടി വരും, നിന്നെ ഒന്ന് പരിചയപ്പെടുത്തണേ. ഇനിയിപ്പോ എനിക്ക് നാഷണൽ ലെവലിൽ ഇപ്പൊ ഹിന്ദിക്കാരോട് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ, പത്രമൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ. അപ്പൊ അവനും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടായിരുന്നു. അപ്പൊ ദിലീഷ് ചേട്ടനും ആഷിഖ് ചേട്ടനും ഇവരൊക്കെ പുറത്തു പോയപ്പോ അവരുടെ പാസിലാണ് ഇവൻ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ സ്റ്റാർ ഹോട്ടലാട്ടോ. അപ്പൊ അവര് പീറ്റർ ഹെയ്ൻ. ഞാൻ ആര് പീറ്റർ ഹെയ്ൻ? ഏത് പീറ്റർ ഹെയ്ൻ? എടി നിനക്ക് കണ്ടിട്ട് മനസ്സിലായി, നിന്റെ മുന്നിൽ കൂടെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എനിക്ക് മനസ്സിലായി അയാൾ ഏതോ ജപ്പാൻകാരനല്ലേ. ഇയാൾ എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ തരാവാരെ നടക്കുന്നത് ഞാൻ ചിന്തിച്ചില്ലടോ. ഫോട്ടോ എടുത്ത് ഞാൻ പിന്നെയാണ് ഈ ബുലിമുരുകന്റെ കഥയൊക്കെ പറയുന്നത്. അത് കണ്ടപ്പോ ആരാധന വിചാരിച്ചേ ഏതോ ജപ്പാൻകാരെ. അവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ നമുക്കറിയാത്ത ആൾക്കാരൊക്കെ. ഇപ്പൊ എല്ലാരോടും നമ്മളിങ്ങനെ ചിരിക്കും, അവർക്ക് നമ്മളെ അറിയോന്ന് അറിയില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ മനസ്സിലായപ്പോ പിന്നെ ഞങ്ങൾ ബുലിമുരുകനെ പറ്റി അങ്ങ് വാതോരാതെ പറഞ്ഞു. ഞാൻ അതൊക്കെ ഇട്ട് ഞാനും കൂടെ ഇങ്ങനെ തേങ്ങയിട്ട് കൊടുക്കുന്ന പോലെ സ്റ്റഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ, അത്ര തല്ലുപിടി എന്റെ അഹങ്കാരമൊന്നുമില്ല. ഒരു പാവം. അമ്മൂമ്മേനെ ഭയങ്കര ഇഷ്ടല്ലേ? അമ്മൂമ്മയാണ് സ്വപ്നങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടുതരിക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വേണം. ഇവിടെ ഒരു അലമാറിമ്പോ ചില്ലിട്ടത് വെച്ചിട്ട് അതിൽ മുഴുവൻ എന്റെ സമ്മാനം ഇങ്ങനെ നിരത്തി വെച്ചാ രസമുണ്ടാവും, അങ്ങ് ഇട്ടുതരും. പിന്നെ നമ്മൾ അങ്ങ് കൊണ്ടുപോയി കത്തിക്കോളെന്ന് ആശാദിക്ക് അറിയാം. തോട്ട അമ്മൂമ്മ ഇട്ടു. പിന്നെ അമ്മൂമ്മേന്റെ വിചാരിക്ക് സിനിമയിൽ അവസരം കിട്ടാത്തത് ഞാൻ ചെറിയ ഡ്രസ്സ് ഇടാഞ്ഞിട്ടോ സ്ലീവ്ലെസ് ഇടാ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അമ്മൂമ്മ പറഞ്ഞു എനക്ക് എന്താ അങ്ങനെ ഇതൊന്നും കിട്ടാ. ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം, നമുക്ക് ജീവിച്ചു പോകാനുള്ള പൈസ ഉണ്ട്, എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, പിന്നെ സീരിയൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാടകം ഉണ്ടല്ലോ, ഞാൻ എന്നിലെ കലാകാരി തൃപ്തിയാണ്, സന്തുഷ്ടയാണ്. എനിക്ക് സിനിമയിൽ നായിക ആവണമെന്നൊന്നും ഒരു താല്പര്യമില്ല. എന്ന് വിചാരിച്ച് വിളിച്ചാൽ ഞാൻ വരും കേട്ടോ. അപ്പൊ അമ്മൂമ്മേന്റെ വിചാരം അങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പം ഡാൻസും പാട്ടും നാടകവും ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന കോമഡി ഒക്കെ ആകുമ്പോൾ അവർക്ക് എന്തോ ഒരു ഇതൊന്നും അല്ലല്ലോ സുരഭി എന്നൊക്കെ ഉള്ള ഒരു തോന്നല. പക്ഷെ വീട്ടിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളും കൂടിയൊക്കെ ആണ്. വെരി സീരിയസ് പേഴ്സൺ. അപ്പൊ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇത്ര കയ്യുള്ളൊക്കെ ഇട്ടോ,
പണ്ടിപ്പോ ഷീല, ജയഭാരതി ഇവരൊക്കെ ഇപ്പൊ അത്ര വലിയ കുപ്പായിട്ടിട്ടാ ഓരോരുത്തരുള്ള കുട്ടിക്കുപ്പായൊക്കെ ഇടയില്ലായിരുന്നു. പറഞ്ഞു സ്ലീവ്ലെസ് ഒക്കെ ഇട്ടോ ഇത്രല്ല. ഞാൻ പറഞ്ഞ അമ്മേ തുണി ഇടാത്തോണ്ടല്ല എനിക്ക് വേഷങ്ങൾ കിട്ടാൻ, ഇതൊക്കെ ഓരോരോ യോഗങ്ങളാണ്. അപ്പൊ ആ സമയമാകുമ്പോ അത് സംഭവിക്കും. ഇപ്പൊ എന്റെ അമ്മാവന് ഭയങ്കര വിഷമായിരുന്നു എന്നോട് ഇപ്പൊ പറയും നീ ഡാൻസ് പഠിച്ചിട്ട് ഒരു ഡാൻസിന്റെ, ഞാൻ പറഞ്ഞ എനിക്ക് ഡാൻസ് കളിക്കുന്ന അങ്ങനെ ഇതൊന്നും വേണമെന്നില്ല, ഈ തമാശയൊക്കെ ഇങ്ങനെ പറയുമ്പോ ഓർക്ക് അത് എത്തേണ്ട അടുത്ത് എത്തിയില്ലേ എന്നൊക്കെ ഉള്ള ഓൾഡ് ഒരു തോന്നലാട്ടോ. എന്റേതല്ലേ, ഞാൻ പറയും നിങ്ങള് പറയുന്നോണല്ല. ഒരു പാട്ടുകാരന് ആ പാട്ട് 10 പ്രാവശ്യം പാടാം, കോമഡിക്കാരന് ഒറ്റ പ്രാവശ്യം പറയാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ ആൾക്കാർ ചിരിക്കൂല. അപ്പൊ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. ഈ കോമഡി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ആൾക്കാർ ചിരിക്കാന്ന് അത് വേറൊരിതാണ്. അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ വല്ലാതെ അങ്ങ് വാദിച്ച് സത്യസന്ധമായിട്ട് പറയാണ്. ഞാൻ ചോദിച്ചു, സുരാജ് വെഞ്ഞാറമൂട് കോമഡി ആയിരുന്നു, സലീം കുമാർ അദ്ദേഹം കോമഡി അതിൽ വന്നതാണ്, പിന്നെ കൽപ്പന ചേച്ചി, സുകുമാരി അമ്മ, KPSC ലളിതമ്മ. അപ്പൊ അവരൊക്കെ എന്റെ ഒരു കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണ്. അവർ ഫ്ലെക്സിബിലിറ്റി എല്ലാം ചെയ്യുമല്ലോ അവർ 3 പേരും. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാലത്ത് ചിലപ്പോ ഒരു അവാർഡൊക്കെ കിട്ടുമ്പോ ഈ പറഞ്ഞ സീരിയസ് ഒക്കെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. അപ്പോ അമ്മ പറഞ്ഞു ഈ ഇത് നേരത്തെയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ വീട്ടിൽ നിന്റെ സ്വപ്നത്തിൽ പോലും കിട്ടുന്നു, പിന്നെ വെറുതെ ഒരു തള്ളുകളോട് അങ്ങ് തള്ളിയതാന്ന് പറഞ്ഞു. പക്ഷെ അത് സംഭവിച്ചു. മലയാളം ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ? കാസ്റ്റിംഗ് കൗച്ച് എന്റെ മോനെ, എനിക്ക് എന്റെ അനുഭവം മാത്രമേ പറയാൻ പറ്റൂ. ഓരോ എനക്കുള്ള അനുഭവം ആയിരിക്കില്ല എനിക്കുള്ള സത്യം. അനുഭവങ്ങൾ പലർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പൊ എനിക്ക് ഇന്നേ വരയ്ക്കും മലയാള സിനിമയിൽ അങ്ങനെ എന്നോട് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലേ വേഷം കിട്ടുമെന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിലൊരു സംഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ ചീള് ട്യൂണിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും അത് സാധാരണ നമ്മൾ എല്ലായിടത്തും കമന്റ് അടിക്കൂലേ? ഈ ആണെങ്കിൽ കമന്റ് അടിക്കൂലേ? ഞാൻ കമന്റ് അടിക്കും. കമന്റ് അടിക്കും. ഇവിടെ പുതിയൊരു RJ വന്ന ഈ കമന്റ് അടിക്കൂലേ? അടിക്കും. അടിക്കും. എന്നെ കണ്ടറിയാം, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരനും കൂടി ആയതുകൊണ്ട്. അങ്ങനെയുള്ള ഒരു ഇത് ഇപ്പൊ ഒരു സിനിമയിൽ പോയപ്പോ ഒരു പാട്ട്, ഒരാളൊരു പാട്ട്, മനസ്സമ്മതം തന്നാട്ടെ മധുരന്നുള്ളി തന്നാട്ടെ മധുര17 വിരുന്നുകാരി നല്ല പാട്ട്. അപ്പൊ ഞാൻ പാടി, കാണും കൊമ്പിൽ കൂടുണ്ടാക്കും കാട്ടുതത്തയല്ല ഞാൻ, കണ്ടത് കൊത്തി നടക്കും കാവളം കിളിയല്ല ഞാൻ. ഹേയ് എങ്ങനെയുണ്ട്? ബാക്കി പാടിക്കോളി തന്നെ. ഇല്ല, മനസ്സമ്മതം വേണ്ടല്ലോ മധുരന്നുള്ളി തരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് വെറുതെ നൈസായിട്ട് കാര്യങ്ങളേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല എന്തായാലും ആരും പിടിപ്പിച്ചിട്ടൊന്നും അഭിനയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. അതിന്റെ ഒരു വിശ്വാസമുണ്ട്. ദിലീഷും സിദ്ധാർത്ഥ് സിബിയും ഒക്കെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഓരോ സിനിമയിൽ വിളിച്ചിരുന്നു എപ്പോഴെങ്കിലും? സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ടുട്ടുമോൻ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ദിലീഷ് മൊത്തം വന്നിരുന്നു, അപ്പൊ പറഞ്ഞു ടുട്ടുമോൻ എന്നാണ് സിനിമ വിളിക്കാറത്. അത് ഞങ്ങളെക്കാൾ വലിയൊരു ചേട്ടൻ, ആ വലുപ്പമൊക്കെ ഞങ്ങള് കാണുമ്പോ ചെറിയൊരു പേടിയൊക്കെ തോന്നുമല്ലോ. അന്ന് ടുട്ടുമോൻ സ്ഥിരമായിട്ട് ഭക്തി ഗാനങ്ങളൊക്കെ പിന്നെ അഭിനയിക്കാനൊക്കെ പോവും. പിന്നെ ഞങ്ങൾക്ക് വേറെ ഗതിയില്ല. തിയേറ്റർ നാടകം കളിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾക്കും പൈസ കിട്ടാത്തൊരു സംഭവമാണല്ലോ. ഈ നാടകം പഠിച്ചിട്ട് എന്ത് കുന്തത്തിന് നിങ്ങൾക്ക് വേറെ വല്ലതും പഠിച്ചാൽ പോരെന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണല്ലോ, സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണല്ലോ. അതുപോലെ ദിലീഷേട്ടന് മാത്രമേ എന്തെങ്കിലും സിനിമയ്ക്ക് അസോസിയേറ്റ് ഒക്കെ ആയിട്ട് പോകാണ്ടാവുള്ളൂ. അപ്പൊ ടുട്ടുമോൻ മഹേഷിന്റെ പ്രതികാരം എടുത്തപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ സിനിമ, കാരണം ഞങ്ങൾ MPhilന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടുട്ടുവിന് ഇപ്പം സന്ദീപ് സേന ചേട്ടൻ അദ്ദേഹം ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുക്കുന്നത്, 1 ലക്ഷം രൂപയുടെ അഡ്വാൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ദിലീഷേട്ടന്റെ വീട്ടിലുള്ളവർക്കൊന്നും ഈ ഡയറക്ഷൻ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു, ഡയറക്ഷൻ പറഞ്ഞാൽ ആരാ രാജാവാണ് അമ്മച്ചി, രാജാവ്. ഓ എന്നെ ആണെങ്കിലും ശരി, അവനൊരു പെണ്ണ് കെട്ടി ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയൊക്കെ പുച്ഛിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയും ഡയറക്ടർ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ സെറ്റിൽ അനങ്ങൂല, ഒരു പൂച്ച മൂളൂല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് എടി ഇവർക്കൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നീ വിചാരിക്കുന്ന പോലെ അല്ല, ഇവർക്കിപ്പൊ ഞാൻ പെണ്ണ് കെട്ടണം, അതാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാ ഞായറാഴ്ചയും ദിലീഷേട്ടൻ പെണ്ണ് കാണാൻ പോകുമായിരുന്നു. കണ്ടിഷ്ടോടെ? എന്നോട് പറഞ്ഞ് ഞാൻ ഒരു 3-4 പെണ്ണ് കാണലൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞോ? അത് ചിലപ്പോ ഭാര്യനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പലതും ദിലീഷേട്ടൻ തന്നെ വേണ്ടായിരുന്നു ആ സമയത്ത്, പെണ്ണ് കെട്ടരുത് പുള്ളിക്ക് തന്നെ നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞ് അങ്ങ് മുടക്കും എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആദ്യത്തെ പടം എടുത്തപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരുപാട് പേര് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊന്നും അതുവരേക്കും വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അടുത്ത നീയും അഭിനയിക്കണം എന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം പക്ഷെ നിനക്ക് ഇതിൽ റോളില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല,
ടുട്ടുവിന്റെ ആദ്യത്തെ പടല്ലേ, അവസാനത്തതല്ലല്ലോ, ചെയ്തോ, ആഗ്രഹം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് അതിനനുഗ്രഹിച്ചു വിട്ടു. രണ്ടാമത്തെ പടം തൊണ്ടി മുതൽ ദൃസാക്ഷി ഇപ്പോൾ തുടങ്ങിയിട്ട് എടീ എന്താ ഭയങ്കര സ്നേഹം, എന്താ നീ എവിടെയാടി? ഞാനിപ്പോൾ MIT മൂസൻ ലൊക്കേഷൻ. ആണോ എടീ, നാളെയാണ് ഞാൻ സിനിമ തുടങ്ങുന്നത്. അതെ, എവിടെയാ? കാസർഗോഡാണ്. അതെയോ? അതെ, ഒരു 1.5 മാസത്തേക്ക് നീ എന്നെ വിളിക്കണ്ട കേട്ടോ. എന്തേ? അല്ല, നിനക്കിതിൽ റോളില്ല. ഞാൻ പറഞ്ഞ 5 സിനിമ വരെ കോളിവുഡിലോ ഹോളിവുഡിലോ ഏത് വുഡിൽ നിന്നാണെങ്കിലും ആൾക്കാരെ വിളിച്ച് അഭിനയിപ്പിച്ചോ, അത് കഴിഞ്ഞിട്ട് എന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിൽ കോഴിക്കോട് സിനിമ കളിക്കൂല. തിയേറ്റർ അല്ല, സ്ക്രീൻ വലിച്ചു കീറുന്നു. അങ്ങനെ ജെട്ടിച്ചു വിട്ടു. അതെ, ഒരു ഭയങ്കര സ്നേഹം തോന്നുമല്ലോ. സത്യം. അതെ, ടുട്ടുന്റെ ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കല് ഞങ്ങളായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു അന്നദാതാവായിരുന്നു ടുട്ടു. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് വേഷവും നിനക്ക് തരുമ്പോ ഇത് പോരല്ലോ എന്നെനിക്ക് തോന്നും, നിന്റെ നാടകവും ഇതൊക്കെ കണ്ടിട്ട് എന്താണെങ്കിലും ഞാൻ നിനക്ക് പറ്റിയൊരു വേഷം തരും എന്ന് പറഞ്ഞു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് തരണം, ഒരു ചെറുതൊരെണ്ണം എന്തെങ്കിലും ഒന്ന് തരണം എന്ന് പറഞ്ഞു. അത് അദ്ദേഹം ചെയ്യും എന്നുള്ളത് എനിക്കൊരു വിശ്വാസമാണ്. അപ്പൊ അതോടെ എനിക്ക് അങ്ങനത്തെ ഞങ്ങളല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിൽക്കില്ല. ഇപ്പൊ എനിക്ക് ടുട്ടു തന്നില്ലെങ്കിലും ഇവിടെ എനിക്ക് എൻ്റെ കാശില്ല, ഒരു 50,000 റുപ്യ ഉണ്ട്, അല്ല ഒരു 20,000 റുപ്യ കൊണ്ടുവരണം, അപ്പം ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതായിരുന്നു ഞങ്ങളത്. ഏതെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടും, ബാക്കിയുള്ളവർക്ക് ഒരു തുണയാവില്ലോ എന്നുള്ളത്. അപ്പോൾ വളരെ അഭിമാനമാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം ഒരേ ബാച്ചിൽ പഠിച്ച, ഒരേ വർഷം പഠിച്ച ഡയറക്ഷൻ ആയിരുന്നു ടുട്ടു കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആക്ടിങ് ഇതൊക്കെ. അപ്പം അത് ഞങ്ങൾ 2 പേർക്കും നാഷണൽ അവാർഡ് കിട്ടിയപ്പം കോളേജുകാർക്കും ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ പേരിലും എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് അറിയപ്പെടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട നടൻ ആരാ മലയാളത്തില്? അതിപ്പോ പറഞ്ഞാൽ പ്രശ്നമാവും. എനിക്ക് മമ്മൂക്ക കരയുന്നതും ലാലേട്ടൻ ചിരിക്കുന്നതുമാണ് ഇഷ്ടം. മമ്മൂക്ക കരഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം, പൊട്ടിക്കരയുന്നല്ല. സൂര്യമാനസം എന്ന് പറഞ്ഞ സിനിമ നമ്മളെ സ്കൂളിൽ നിന്ന് കാണിച്ചിരുന്ന സിനിമയല്ലേ, അല്ലേ? അതന്നെ. അത് സ്കൂളിന് ഒരു റൂം മുഴുവൻ മറച്ചിട്ട് കൊല്ലത്തിലൊരു സിനിമ കാണിക്കില്ലായിരുന്നു. കണ്ടിനോ? ഞാൻ കണ്ടില്ല. അന്ന് കണ്ട സിനിമയാണ് സൂര്യമാനസം. അന്ന് ഞങ്ങൾ മക്കളെല്ലാരും കരഞ്ഞു. ഒരു സന്തോഷമുള്ള സിനിമയൊന്നും കാണിച്ചെന്നില്ല. അന്ന് ആ കഥാപാത്രത്തിനെ അടിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ. പിന്നീട് ഇതേവരെ സിനിമ അതിലുണ്ടായി എനിക്ക് അത് മുഴുവനായിട്ട് കാണാനുള്ള മാനസികാവസ്ഥയില്ല. അത്രയും പ്രശ്നം. പിന്നെ വല്യേട്ടനൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. വല്യേട്ടനല്ലല്ലോ ഉദ്ദേശിച്ചത്, മറ്റേ മാധവ് മനസ്സിലായി, കർഷകനായിട്ടുള്ള മമ്മൂക്ക. അതെ, പാട്ടിൻ ഹൃദയം. രാമായണം കേൾക്കാതെയോ, അതന്നെ ആ ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടന്റെ തമാശകൾ ഏതാ പെട്ടെന്ന് മനസ്സിലേക്ക് എല്ലാ സിനിമയും തേച്ച് കിൽക്കും. ലാലേട്ടന്റെ ഏതാ നമ്മളിപ്പോ പറയാൻ പറ്റില്ല, അങ്ങനെ കിടക്കുകയാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് പിന്നെ നടനായിട്ടും നടിയായിട്ടും ആരാധിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം. പലപ്പോഴും ഈ ഓൺ സ്ക്രീൻ ചില കെമിസ്ട്രി കാണുന്ന സമയത്ത് ഷടാ ഇവർ ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ തോന്നാറുണ്ട്. ഇപ്പൊ വിനോദ് കോവൂരും സുരഭി ലക്ഷ്മി തമ്മിലുള്ള കോമ്പിനേഷൻ. അതെ, ഏതെങ്കിലും ഈ പരിപാടിക്ക് പോണ സമയത്തെ ഭർത്താവ് വിനോദ് കോവൂർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറട്ടോ. ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഈ ചെങ്ങായിനെ ചോദിച്ചിട്ട്, അപ്പോൾ ഈ പഹയത്തിനെ ചോദിച്ചിട്ട് മൂപ്പരും പറയും അതെ ഓളിന്റെ ഭാര്യ അല്ല. ഞാൻ പറയും അയാളിന്റെ ഭർത്താവ് അല്ല. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവരെ നാട്ടിർത്താനൊക്കെ എന്നോടാ ചോദിക്കാം. മൂപ്പർ ഇന്നലെ ഇവിടെ ഫോക്കസ് മാളിൽ ഉണ്ടായില്ലോ, എന്തെങ്കിലും വരാഞ്ഞ്? ഞാൻ ചോദിച്ചു ഞാൻ അയാളെ ഭാര്യയല്ല, അയാളെ ഭാര്യ ഉണ്ടാവും, അയാളെ വേറെ പെണ്ണിന്റെ കൂടെ കണ്ടിട്ടൊക്കെ. അങ്ങനെ നിങ്ങള് ഭാര്യയും ഭർത്താവും കുട്ടികളും ആണെന്നാണ് എല്ലാവരുടെയും വിചാരം. ഇപ്പൊ പിന്നെ വിനോദേട്ടൻ പറയോളൂ അക്ഷയകുമാറിന്റെ കൂടെയാണ്. സെൽഫി ഒക്കെ ഉണ്ട് അപ്പൊ ആൾക്കാരൊക്കെ വിശ്വസിച്ചോളൂ വിചാരിക്കാം. മിന്നാമിനിങ്ങളെ പാൽക്കാരിയായിട്ടാണോ? അല്ല, പാൽക്കാരി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? പാൽ വിൽക്കുന്നുണ്ട്. പശുവിനെ കറക്കുന്നുണ്ടോ? പശുവിനെ കറന്ന് ശീലമുണ്ടോ? ഇല്ല, ശീലല്ല. അല്ല, പണ്ട് മറ്റേ ഡോക്ടർ ആവാൻ വേണ്ടി വെറ്ററിനറി ഡോക്ടർ ആവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഡോക്ടർ അല്ലടോ, അസിസ്റ്റന്റ്, വെറ്ററിനറി സ്പെഷ്യലിസ്റ്റ്. അതെ, അസിസ്റ്റന്റ്. എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. അപ്പൊ ഞാൻ അതിന്റെ ഒരു അഹങ്കാരത്തിലല്ലേ പശുവിനെ ഇപ്പൊ കറക്കുന്നൊന്നും നമുക്കൊരു വിഷയമല്ല എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, പുഷ്പം പോലെ. പക്ഷേ ഈ പശുവിനെ കറക്കാൻ രാവിലെ അവർ ചോദിച്ചത്, പശുവിനെ കറക്കാൻ കിട്ടിയ രാത്രി 9 മണിക്ക്. ഒരു പ്രശ്നവും ഇല്ലാന്നൊക്കെ അവർ പറഞ്ഞു. പശുവിനെ കറക്കുന്ന സമയപ്പെടാ, ഒന്നുകിൽ രാവിലെ അല്ലെ വൈകുന്നേരം ഒരു 5 6 അല്ലേ, ആ സമയത്താ. നേരമില്ലാത്ത നേരത്ത് നിലയില്ലാത്ത ഒരാള് അകിട് പിടിച്ചാൽ പശു എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അത് തന്നെ പശു ചെയ്തു ചവിട്ട്. രാത്രി 9 മണിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പശുവിന്റെ അകിട് പിടിച്ചാൽ വെച്ചാല് അത് പശുവിന്റെ അവകാശമാണ്. അതെ, പശു ചവിട്ടൂലേ? ഞാൻ പുളുക്കോ താളത്തിലേക്ക് മലർന്നടിച്ചൊരു വീഴ്ച. ഞാൻ പറഞ്ഞു എന്റെ പൊന്നല്ലേട്ടാ മനോജേട്ടാ, എന്നെ വിടിങ്ങൾ ഇന്നെ കൊണ്ടാവില്ല.
കാരണം ഇത് മോത്തങ്ങാൻ ചവിട്ടിയ 10 പല്ലും അകത്ത് പോയില്ലേ, ഭംഗി ഉണ്ടാവില്ല കാണാൻ. വെപ്പെല്ലാം വെച്ച് നടക്കേണ്ടി വരും. അത് മാത്രമല്ല സിനിമേന്റെ ഷൂട്ടിംഗ് നടക്കൂല, നിങ്ങൾ വേറെ ആരെക്കൊണ്ടെങ്കിലും ഡ്യൂപ്പിടി എന്നൊക്കെ പറഞ്ഞല്ല, നാളെ ഇതാക്കാന്ന്. പിന്നെ കൈയും കാലും ഒക്കെ കെട്ടി വെച്ചിട്ട് അതിവിദഗ്ധമായി ഞാൻ പശുവിനെ കറക്കുന്നുണ്ട്, നീ കണ്ടു നോക്ക്. ഒരു വിധത്തിൽ ഞാൻ ആ പശുവിനെ കറന്ന് തീർത്തു. പശുവോ ഞാനോ? 9 മണിക്ക് പാലിറക്കാൻ പോയത് ശരിയായില്ല. നമ്മളൊരു സംസ്കാര പ്രകാരം അത് ശരിയല്ല, അത് കേസെടുക്കോടാ, പറയാൻ പറ്റൂല. പിന്നെ എന്റെ നേരെ മുന്നിൽ സുരഭി ഇരിക്കുന്നുണ്ട്, സുരഭിയുടെ നേരെ മുന്നിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. നടുക്കിലൊരു വലിയ പ്ലേറ്റില് കുറെ കാഷ്യൂ നട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോളിങ്ങാണല്ലോ, ജീവിതത്തിൽ നല്ല ആക്രാന്തോട്ടോ. ഇവിടുന്ന് ഇപ്പൊ ഈ ഇങ്ങനെ വർത്തമാനം പറയുന്നതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ തിന്നാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട്. ഈ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ ഇവരുടെ പക്കം ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചായ സൽക്കാരം അല്ലെ, പ്രത്യേക അണ്ടിപ്പരിപ്പ്, പിന്നെ കാരക്ക, ബദാം, അങ്ങനെ വില കൂടിയ പലഹാരങ്ങളായിരിക്കും. നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് ഈ ചായ ഇതുകൊണ്ട് തിന്നാനും പറ്റൂല, എന്നിട്ട് ആ 2 എടുത്ത് തിന്നണമെന്നും ഉണ്ടാവും. ഇതൊക്കെ നിരത്തി വെറുതെ വെക്കൂ, തൊടാൻ പറ്റൂല. ചുറ്റിലെ ആൾക്കാർ ഇങ്ങനെ കൂടിയ സെൽഫിയും ഇവളെന്താ അണ്ടിപ്പരിപ്പ് കണ്ടില്ലേ ചോദിക്കൂലേ. ഇവിടെ ആയതുകൊണ്ട് ആകുമ്പോ ശ്രോതാക്കൾ കാണുന്നില്ലല്ലോ, പക്ഷെ നീ ഇതെല്ലാരും അറിയിക്കേണ്ടതിന്റെ കടമയാണല്ലോ. ഇപ്പൊ ഇവിടെ ആര് വന്നിരുന്നാലും അണ്ടിപ്പരിപ്പും കേക്കും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. വിഭവ സമൃദ്ധ. പൊതുവെ എല്ലാ സ്റ്റേജിലും ഗംഭീരമായിട്ട് കൈയ്യടി വാങ്ങിച്ചിട്ട് ഇറങ്ങാറുള്ളൂ. ഈ സ്റ്റേജ് കയറുന്നതിന് മുന്നേ മുട്ട് വറച്ചോണ്ടാണോ കയറാറ്? പിന്നെ സ്റ്റേജ് പ്രത്യേകിച്ച് പൊന്നും മോനെ, അത് ഒരു ഞാൻ ഡാൻസോ ഡ്രാമയോ ഒന്നും അല്ല പറയുന്നത്, അല്ലാണ്ട് തന്നെ കേറുമ്പോണെങ്കിലും ചില സ്ഥലത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കാം. എനിക്ക് പ്രസംഗിക്കാൻ കയറുന്ന മുന്നേ വരെ എന്റെ മനസ്സിലൊരു കുന്തം ഉണ്ടാവൂലേ, എന്തിപ്പോ പറയാന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ അപ്പോഴേക്കും അധ്യക്ഷ പ്രസംഗം എന്തെങ്കിലും ഒന്ന് ഇട്ടിരും, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും ഒന്ന് ഇട്ടിരും, ചെറിയൊരു സാധനം. പിന്നെ അതിന്റെ മുകളിൽ കൂടി അങ്ങ് പിടിച്ച് അങ്ങ് കയറി പോകും. ചില സ്ഥലത്ത് ചീറ്റി പോകും, ചില സ്ഥലത്തൊക്കെ അങ്ങ് കയറി ക്ലിക്കായ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. ചീറ്റിപ്പോയ വീഡിയോസ് ഒന്നും യൂട്യൂബിലൊന്നും ഇല്ല. വല്ലാണ്ട് ചീറ്റി പോകുന്ന എനിക്ക് തോന്നിയാല് ഞാൻ പെട്ടെന്ന് സ്റ്റാൻഡേർഡ് ആക്കി കാണും, ആ കൂറത്തം ഒഴിവാക്കും, പിന്നെ മൊത്തം നീറ്റാ, വളരെ നീറ്റ് ആൻഡ് നന്ദി ആദരണീയരായ ഒക്കെ ആയിക്കളയും. ആ റൂട്ടിൽ അങ്ങ് പിടിക്കും. അപ്പൊ വലിയ പരിക്ക് പറ്റാണ്ട് പോലും പലപ്പോഴും പേടി എന്തെങ്കിലുമൊക്കെ വായിന്ന് വീണ് പോയാൽ പോയില്ലടോ. ശരിയാ. നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം സ്റ്റേജ് കയറുമ്പോൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവാറുണ്ടോ? ഇല്ല, ഈ വേദിയിലിരിക്കുന്ന ഒരു വലിയ ആളുകളായിരിക്കും. അപ്പം ബഹുമാനപ്പെട്ട ഇന്നാള്, ബഹുമാനപ്പെട്ട മറ്റേയാള്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ അരുൺ സാറുണ്ട്, പിന്നെ നമ്മളെ ഒന്നുകൂടി പറഞ്ഞോളൂ, അരുൺ സാറുണ്ട്, നമ്മളെ അരുൺ സാറുണ്ട്, പിന്നെ നമ്മളെ ഇവരുണ്ട്, അവരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ പറയും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നോളം തോന്നില്ല. ഞാൻ പറയും, എനിക്ക് ഇതിന്റെ മുകളിൽ ഒരു സ്ഥലത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് ഭയങ്കര പേടിയായിരുന്നു. അവിടെ ഒരു സംഘടനേന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടെ സ്പീക്കർ രാമകൃഷ്ണൻ സാറുണ്ട്, അവരൊക്കെ ഉണ്ട്. എന്താ പറയാ, അവരൊക്കെ സെക്രട്ടേറിയറ്റിൽ കിടന്ന് പ്രസംഗിക്കാൻ നമുക്ക് ലേശം പ്രശ്നമുള്ള കാര്യമില്ല. അപ്പം അവിടുത്തെ ഒരു 10,000 സ്റ്റാഫുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ഒരു ചേട്ടന്റെ പേര് ഗോഡ്സ് ഫ്രീ. അല്ല, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രാമകൃഷ്ണൻ സാർ, പിന്നെ നമ്മുടെ നന്ദി ഇരിക്കുന്ന ഗോഡ്സ് ഫ്രീ. ആരാത് ഗോഡ്സ് ഫ്രീ? അതാരാന്ന് വെച്ചാൽ ഞാൻ സന്തോഷമുണ്ട് കേട്ടാ, തൃപ്തിയായി. കാരണം ഞാനിങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം കിട്ടും, നിങ്ങളെ പേരിട്ട ആൾക്കാർക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ ആൾക്കാർ അങ്ങ് ചിരിച്ചു. പിന്നെ ഞാൻ ആ രീതിക്ക് അങ്ങ് പോയി. അങ്ങനെ എന്തെങ്കിലും ദൈവം ഇട്ടിരും, ഗോഡ്സ് ഫ്രീയോ ഗോഡ്സ് ഓൺലിയോ ഗോഡ്സയോ അങ്ങനെ എന്തൊക്കെ ഒരു ചെറിയ സാധനം കിട്ടും. എപ്പോഴെങ്കിലും ഏതെങ്കിലും പരിപാടി കഴിഞ്ഞിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രത്തോളം ഓപ്പൺ ആവണ്ട, ഇത്രത്തോളം ഓപ്പൺ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഒന്ന് ചവിട്ടിപ്പിടിച്ചേക്ക്? എനിക്കെപ്പോഴും നാടകം പഠിച്ചതുകൊണ്ടായിരിക്കാം, നമ്മൾ റിയൽ ആയിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതൊരു ഫ്രെയിമിലേക്ക് കയറുമ്പോൾ കിട്ടൂല. പിന്നെ ചില ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ അങ്ങനെ നിൽക്കേണ്ടി വരും. അത് ആള് നോക്കി, തരം നോക്കി, നേരം നോക്കി, നില നോക്കി ഒക്കെ നിൽക്കുന്ന സംഭവങ്ങൾ. അത് അപ്പോൾ നമുക്ക് അതിൽ കയറി നിന്നിട്ട് സംസാരിക്കാനും അറിയാം. അല്ലാത്തപ്പോൾ നമ്മൾ എന്തിനാടോ മസിൽ പിടിക്കുന്നത്? അപ്പം അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ തീർന്നു പോകുന്ന ജന്മങ്ങളാണ് അല്ലേ? ഒരു തേങ്ങ വീണാ തീർന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക, അത്രയുണ്ട് എൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനെയൊക്കെ തന്നെ ഒരു മുഖം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരാളും ഉണ്ട്. ഞാൻ വീട്ടിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര സീരിയസ് ആണ്. അത്ര കട്ടല്ല, എന്നാലും അങ്ങനെ എപ്പോഴും അങ്ങനെ തമാശയില്ല. പക്ഷെ ജീവിതത്തിലുള്ള സംഭവങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ വളരെ തമാശ രൂപേണ കാണുന്ന ഒരാളും ആണ്. എന്റെ അമ്മയ്ക്കൊക്കെ എന്നെ പേടിയാ, എന്താണോ എന്തോ. ഞാനൊരു എന്റെ വീട്ടിലെ 4 മക്കളില് ഏറ്റവും ഭീകരജീവി ഞാനാ.
അങ്ങനെ ഒരു പറയലുണ്ട്. അപ്പോൾ ഞാനതെല്ലാം വളരെ ഓപ്പണായിട്ട് തുറന്നു പറയും. എന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിൽ അവരോട് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഞാൻ പറയലുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരാളും എൻ്റെ ഉള്ളിൽ ഉണ്ട്. അല്ലാത്തപ്പോൾ എപ്പോഴും തമാശയും കളിയും ചിരിയും അതൊക്കെ തന്നെയുണ്ട്. കൂട്ടുകാരുടെ അടുത്തും അങ്ങനെയൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്നാലും കൂടുതലും ഞാൻ കുറച്ച് നമുക്ക് നമ്മുടെ ഒരു സ്വകാര്യതയിലാണല്ലോ നമ്മളുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ പിന്നെ അധികം ഞങ്ങളോടൊന്നും ഒന്നും സംസാരിക്കില്ല. അല്ലാത്ത പോളിങ്ങനെ സമയമില്ല. അത് ഞാൻ പിന്നെ ഓരോട് എന്ത് പറയാനാന്ന് വിചാരിക്കും. എന്ത് തമാശ പറയാനാ, പുരക്കാരോട് എന്ത് തമാശ പറയാ. പണ്ട് ധ്രുവം സിനിമയിലെ മമ്മൂട്ടി ഗൗതമീനെ കല്യാണം കഴിക്കാൻ പോണ സമയത്ത് അതുവരെ നാട്ടുകാരൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ കണ്ട ഗൗതമീനെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എല്ലാരും കയറി തൊഴുന്നൊരു സീനുണ്ട്. അതേപോലെ നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം സുരഭി ആൾക്കാർ കാണുന്ന സമയത്ത് സുരഭിയോടുള്ള അപ്രോച്ച് അതൊക്കെ മാറിയല്ലോ. ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ പറയും, ഒന്ന് ഷേക്കൻഡ് അങ്ങനെയൊക്കെ. എന്തിനു പറയുന്നു, ഈ സ്പോട്ട് ലൈറ്റിൽ എന്നെ വിളിച്ചില്ലേ, അത്രയും പോരെ. വിളിക്കായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങള്. പിന്നെ ഞാൻ പള്ളിയാർക്കൽ പോയപ്പോ ഒരു ചേച്ചി കൊച്ചിനെ എന്റെ കാൽമേലേക്ക് ഇട്ടുവിട്ട് അനുഗ്രഹം വാങ്ങിക്കാനാണ്. ഒരു ദേശീയ അനുഗ്രഹം. എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുള്ളത്, നാഷണൽ അവാർഡ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ അന്ന് പുലർച്ചെ 3 മണി വരെ എന്റെ വീട്ടിൽ ആളുകളുണ്ട്. ഞാൻ സലാലയിൽ വന്നു പോയ നമ്മളെ നാട്ടിൽ അറിയാലോ, അഭിനന്ദന പ്രവാഹമായിരിക്കല്ലോ. അഭിനന്ദന പ്രവാഹം. നാട്ടുകാർ മുഴുവൻ എന്താ കിട്ടിയെന്നൊന്നും ആർക്കും പറഞ്ഞു. സുരഭിക്ക് എന്തോ ഒന്ന് കിട്ടിയിട്ട് ഓളെ ഫോട്ടോ ഇങ്ങനെ ടി വിയിൽ വരുന്നുണ്ട്. ഓക്കെ, എന്തോ നാഷണലുള്ള എന്തോ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ അവാർഡ് അതെന്നെ പിന്നെ എന്താ തരായിട്ട് അല്ലെ, ഓക്കെ എന്തോ ഒന്ന് കിട്ടിയിട്ട് പുറേ പോയിട്ടൊന്ന് അഭിനന്ദിച്ചാളാ. സുരഭിന്റെ അവിടെ പോകാനായിട്ട് ആൾക്കാർ മരണ വീട്ടിലേക്ക് വരുന്ന പോലെ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ അമ്മയും ചേച്ചിയും ലഡുവാങ്ങി മുടിച്ച്. അവൻ്റെ അമ്മമ്മ പറയും, ഇത് ഇങ്ങനത്തെ സാധനമാണ്, ഞാൻ പ്രാർത്ഥിക്കൂല എനിക്ക് കിട്ടാനെന്ന്. അവർക്ക് ഇപ്പൊ കിടന്നുറങ്ങാൻ പറ്റൂല. ഞാൻ അവിടെ വെച്ച് രാവിലെ 7 മണിക്ക് അവിടെ ആൾക്കാർ വരും, പലതരത്തിലുള്ള ആൾക്കാർ വരും. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല. ഇത് വായിച്ചപ്പോൾ അവർക്ക് തെറ്റിപ്പോയോന്നറിയില്ല. 50,000 രൂപ 50 ലക്ഷം അങ്ങനെ ആൾക്കാർ വായിച്ചു പോയിട്ടുണ്ട്. ഇതൊന്ന് സുരഭീൻ്റെ അവിടെ പോയാലോ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ പൊട്ടിയോര് കാല് പൊട്ടി. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കത്തുകള്. ഞാൻ അങ്ങ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു 5-6 കത്തെങ്കിലും ഉണ്ടാവും, സഹായനിധി ആയിട്ടുള്ള കത്തുകള് കാര്യങ്ങൾ. അപ്പം ഞാൻ പറയും, എൻ്റെ അമ്മയെ ആൾക്കാർക്ക് വായിച്ച് തെറ്റിപ്പോയിട്ടുണ്ടോ? 50,000 അല്ലേ. ഇപ്പൊ കൊതിച്ചുപാട് പണ്ടത്തെ പത്രവാർത്ത ഒന്നും കൂടി വന്നിരുന്നെങ്കിൽ കുപ്പത്തൊട്ടിയിലെ പാടിക്കോ, അവരത് ഒന്നും കൂടി എന്തിനാ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്? ഞാനിതൊരു കുറ്റായിട്ടോ അല്ലെങ്കിൽ വലിയ അങ്ങനെ രീതിയിലല്ല. ഇതൊക്കെ ഒരേ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇതുവരെ രാവിലെ ആരുണ്ടായി, ഇപ്പൊ കുറെ ആളുകൾ വരുന്നത്, പിരിവ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. രാവിലെ പാൽക്കാരന്റെ പത്രക്കാരന്റെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ഇപ്പൊ അത് മാത്രല്ല. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമാണ് അത്. ഒരു പിന്നെ ചാൻസ് ചോദിക്കുന്ന ആൾക്കാർ കുറെ ചാൻസ് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഒരു വിധത്തിൽ ഇങ്ങനെ തട്ടിമുട്ടി പോവാണ്. പിന്നെ പല ആൾക്കാരും കഥ കൊണ്ടുവരും, ഇത് ഡയറക്ടറോടോ അങ്ങനെ. അപ്പം ഓരോ വഴികളാണ്, ഓരോ രീതിയിലുള്ള. നാളെ അവരൊക്കെ ചിലപ്പോൾ സംവിധായകരും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ വീടിന്റെ താഴത്തോടുള്ള വാൽവിയിലുള്ള ചന്ദ്രേട്ടൻ പറയും, ഓളാടെ ഇല്ല കേട്ടോ, അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ മൂപ്പരോട് ഏൽപ്പിക്കും, ഞാൻ ഇവിടെ ഇല്ല. അങ്ങനെ പറഞ്ഞേക്ക് ഈ സൂപ്പർ സ്റ്റാർസ് കാശ് വാങ്ങുന്നു എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ അതിന് അതിൻ്റെതായ ചെലവുകളും ഉണ്ട് എന്ന് സരോജ് കുമാർ പറഞ്ഞിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ സുരഭി, ഈ റിന്യൂമറേഷൻ്റെ കാര്യം എങ്ങനെയാണ് സാധാരണ മാനേജ് ചെയ്യുക? ചെലവുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, കുറെ കത്തുകൾ വരുന്നത്, കുറെ സഹായിക്കാറുണ്ട്. അതിപ്പോ നോക്കൂ, അരുണിപ്പോ ഒരു പടം ചെയ്യാണെന്ന് വിചാരിച്ചു, ആരാ പ്രൊഡ്യൂസർ? ഇന്നാളാണ് പ്രൊഡ്യൂസർ. അപ്പൊ മൊത്തത്തിലെല്ലാം കൂടി കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു ബഡ്ജറ്റ് ഉള്ളിൽ തന്നെ ഒരു ഇത് കാണുമല്ലോ. അത് വെച്ചിട്ടാണ് പൊതുവെ പറയല്. പിന്നെ നമുക്കൊന്നും അങ്ങനെ ഒരുപാട് പൈസ അങ്ങനെ ഇതൊന്നുമില്ല. ഇനിയിപ്പോ കൃത്യമായിട്ട് പറയുന്ന പൈസയെങ്കിലും ഇനിയെങ്കിലും കിട്ടണ്ടേ, പ്രതീക്ഷയുണ്ട്. അത് അവസാനം നമ്മളിപ്പോ 10 ദിവസം അഭിനയിച്ചു വെച്ചോ, 10ാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർക്ക് ഇങ്ങനെ അവരുടേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ പറയും. അപ്പൊ തോന്നും നമ്മളൊരു 5 സെന്റ് അങ്ങോട്ട് എഴുതി കൊടുത്താലോ എന്ന്. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും പറയാത്ത കുറേ പ്രൊഡ്യൂസേഴ്സ് സുരഭിയുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് കുറേ സിനിമകളിലൊക്കെ റോൾസ് ഒക്കെ തരട്ടെ, ഗംഭീരമാവട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. സ്പോട്ട്ലൈറ്റ് കഴിഞ്ഞേട്ടാ. ഇങ്ങനെ കഥ പറഞ്ഞു ഒത്തിരി എന്തൊരു രസേനി, സന്തോഷമായിരുന്നു അല്ലേ?
ഞാൻ സ്പോട്ട് ലൈറ്റിൽ വരണമെന്ന് കുറെ കാലമായിട്ട് വിചാരിച്ചതായിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു കോഴിക്കോട്ടുകാരന്റെ കയ്യില് ഒരു രാജ്യസ്നേഹം, ഒരു സമുദ്ര രാജ്യസ്നേഹം വേണമല്ലോ. അതെ, അപ്പൊ ഒരു കോലോത്തൊരു സ്നേഹത്തോട് കൂടിയിട്ട് പതിയെ എന്റെ ഉള്ളിൽ നിന്ന് നാട്ടുകാരുടെ ഉള്ളിലേക്കും കൂടെ എത്തിക്കുന്നു ഞാൻ വിചാരിക്കും. ഭയങ്കര ഒരു മനസ്സിനൊരു ഭാരമൊക്കെ കുറഞ്ഞോണം, കൊറേ തള്ളിയപ്പോഴേ ഒരു സന്തോഷമുണ്ട്. കൊച്ചി തുടങ്ങിയതാ, ഷോ കഴിയുമ്പോഴത്തേക്ക് തള്ളി തള്ളി കാസർഗോഡ് കഴിഞ്ഞ് ഇപ്പൊ മംഗലാപുരം മറ്റേ ഉപ്പള ഭാഗത്ത് എവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇനി തള്ളി കഴിഞ്ഞാല് ഈ നേരെ